നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ പുതിയൊരു സൈറ്റിലാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ എടുത്തപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മിക്കവാറും കസ്റ്റമേഴ്സ് ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇൻറ്റീരിയർ അപ്രോച്ച് ചെയ്യുക. അതുകൊണ്ടുണ്ടാകുന്ന ഒന്ന് രണ്ട് ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ നമ്മളൊന്ന് കാണിക്കുകയാണ്. ഇത് ഈ വീടിൻ്റെ ഒരു ബെഡ്റൂമാണേ. അപ്പോൾ ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ ഒരു വാളുണ്ട്. ഈ ഒരു വാളിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ ഹെഡ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ഹെഡ് ബോർഡ് വാള്. അപ്പോൾ ഹെഡ് ബോർഡ് പ്ലേസ് ചെയ്യുന്ന കോട്ട് പ്ലേസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ ഈ റൂമിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എല്ലാ ഡയമെൻഷൻസും വരിക. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അരുൺ, എത്ര സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് വ്യത്യാസം ഉണ്ടത്? ഇതൊരു 4 സെൻറ്റിമീറ്റർ ഏകദേശം ഡിഫറൻസ് വരും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാഴ്ചയിൽ ഒരു കസ്റ്റമർക്കോ ഇല്ലെങ്കിൽ ആർക്കും ഫീൽ ചെയ്യില്ല ഇതിനെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. എന്താണ് ഇതിൻ്റെ ഇഷ്യൂ ഉള്ളത് ആണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്ന കോട്ട് കിങ് സൈസ് ആണ്. ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കോട്ട് കിങ് സൈസ് ആണ്. ഈ എൻറ്റയർ വോള് നമുക്കുള്ള ഡയമെൻഷൻ 380 ഈ ഒരു കംപ്ലീറ്റ് വാള് ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു വാളിൽ അല്ലെങ്കിൽ ഈ റൂമിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ബെഡ് സൈഡ് ടേബിൾ 90 സെൻറ്റിമീറ്ററിലാണ് അല്ലേ? അതെ. നമ്മൾ ബോത്ത് സൈഡ് വരുമ്പോൾ രണ്ട് സൈഡിൽ 90 സെന്റിമീറ്റർ ഇതാണ് വരിക. 90 സെന്റിമീറ്ററിന്റെ ബെഡ് സൈഡ് ടേബിൾ വരുമ്പോൾ ഇതിന്റെ ഒരു സെന്റർ, ഈ 90യുടെ സെന്റർ ഉണ്ടാവുമല്ലോ, 90യുടെ സെന്റർ വരുന്നത് 45ലാണ്. ഹൈലി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ 45 വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇവിടെ ഒരു ഹെഡ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഈ ഹെഡ് സ്വിച്ചിന്റെ ടോട്ടൽ വിട്ട് വരുന്നത് 33 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 33യുടെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 16.5 സെൻറ്റിമീറ്റർ ആണ് വരിക. അപ്പോൾ 16.5 സെൻറ്റിമീറ്റർ ഈ പറയുന്ന നമ്മൾ ഈ 45ൽ കൃത്യമായിട്ട് വരണം. എങ്കിലാണ് ഈ 45ൽ ഈ സ്വിച്ച് ബോർഡ് സെൻറ്റർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീഷൻ കഴിയുന്ന സമയത്ത് നമുക്കിത് കറക്റ്റായിട്ട് പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഫീൽ ചെയ്യണമെങ്കിൽ ഈ ബെഡ് സൈഡ് ടേബിളിൻ്റെ സെൻറ്ററായിട്ട് ഈ സ്വിച്ച് ബോർഡ് വരണം. ഇപ്പോൾ ഒരു 4 സെൻറ്റിമീറ്റർ ഈ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്താണ് നിൽക്കുന്നത്. നമുക്കൊരു പ്രൊഫഷണൽ വേ ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റ് 4 ഇതിപ്പോൾ കറക്റ്റ് ആക്സസബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആക്സസബിൾ ആണ്. പക്ഷേ ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരു 4 സെൻറ്റിമീറ്റർ ഇത് കുറച്ചുകൂടി മൂവ് ചെയ്യണം. ഇതൊരു കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്ക് ഇത് മനസ്സിലാവുകയും അതിന് ശേഷം അവരിത് മാറ്റാൻ പറയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇന്റീരിയറുകാർ വന്നിട്ട് അത് മാറ്റി ഇത് മാറ്റി എന്നുള്ള രീതിയിലേക്കൊക്കെ വരിക.